ഗാസയിൽ വീണ്ടും കൂട്ടക്കുരുതി. ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 80ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ആദ്യഘട്ട വെടിനിർത്തലിന്റെ കാലാവധി അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത്. വിവരങ്ങളുമായി സൗമ്യ ആർ കൃഷ്ണ ചേരുന്നു. സൗമ്യ, വെടിനിർത്തൽ കരാർ അവസാനിച്ചു, ഉടൻ തന്നെ ഇസ്രയേലിന്റെ ആക്രമണവും തുടങ്ങി. ഇനി എന്നാണ് അവിടെ സമാധാനം പുലരുക? ഈ ലോകരാജ്യങ്ങളൊക്കെ ഇടപെടുന്നത് ഏത് തരത്തിലായിരിക്കും ഇനി? പല രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഈ ഇസ്രയേലും ഈ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരുന്നു. എന്നാൽ ഇതൊക്കെ അട്ടിമറിക്കപ്പെടുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് ബന്ദികളായ ഇസ്രയേലി ബന്ദികളെ വിട്ടുതരുന്നതിൽ ഈ ഹമാസിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയ്ക്ക് തിരിച്ചടിയായി ആക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ള നിർദ്ദേശം നൽകി എന്നുള്ളത് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിക്കുന്നത്. ആ തരത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ പലസ്തീനിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 80 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പകുതിയിലധികം കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ ഷെൽട്ടർ ഹോമുകളിലാണ് ഇവർ ആക്രമണം നടത്തുന്നത്. അതായത് ആളുകൾ യുദ്ധകാലത്തിലും മറ്റും ഈ അഭയം തേടിയ വീട് നഷ്ടപ്പെട്ടവരും മറ്റും താമസിക്കുന്ന സ്കൂളുകളിലും മറ്റുമാണ് ഈ ആക്രമണങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണങ്ങൾ തുടരാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി സമാധാനം പുലരുന്നു എന്ന ആശ്വാസത്തിലായിരുന്നു. ഗാസയിലെ അത്രയും ദുരന്തം കണ്ട ഒരു സ്ഥലമാണ് ഗാസ. അത്രയധികം ചോര ചിന്തിയ നാടാണ്. അവിടെയാണ് വീണ്ടും ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നത്. ഈ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ നടക്കുകയും സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ ഇടപെട്ട് ആ ഒരു യോഗം കൂടിയാണ് ഈ ഒരു വെടിനിർത്തൽ കരാറൊക്കെ നിലവിൽ വന്നത്. എന്നാൽ ട്രംപിനോട് തന്നെ ഈ അഭിപ്രായം ചോദിച്ച ശേഷമാണ് ഈ തീരുമാനമെടുത്തത് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിക്കുന്നത്. ആ തരത്തിൽ ഇപ്പോൾ അമേരിക്ക കൂടി ഈ ഒരു തീരുമാനത്തിന് ഒപ്പം നിൽക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് തിരിച്ചുപോക്ക് ആണ് കാണേണ്ടത്. എന്തായിരിക്കും തുടർ നടപടികൾ എന്ന് വളരെ ഉദ്വേഗപൂർവ്വം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി സൗമ്യ,